നമസ്കാരം. നിങ്ങൾക്കൊരു ലോട്ടറി ഏജന്റ് ആവാനാണോ താല്പര്യം? ലോട്ടറി ഏജൻസി എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? തീർച്ചയായും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ലോട്ടറി ഏജന്റ് ആവാൻ എങ്ങനെ പറ്റും, ലോട്ടറി ഏജൻസി എങ്ങനെ എടുക്കാനായിട്ട് പറ്റും, ലോട്ടറി ഏജന്റ് ആയാലുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് എന്ന് ഈ വീഡിയോയിൽ ഞാൻ മുഴുവനായിട്ടും പറഞ്ഞു തരുന്നുണ്ട്. ഈ വീഡിയോ അവസാനം വരെ കാണുക. അതായത് നിങ്ങളെ ലോട്ടറി ഏജന്റ് ആവണമെങ്കിൽ, ലോട്ടറി ഏജൻസി എടുക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജില്ലാ ലോട്ടറി ഓഫീസിൽ എത്തുക എന്നുള്ളതാണ്. അത് എല്ലാ ജില്ലകളിലും സിവിൽ സ്റ്റേഷനുകളിലായിരിക്കും കേരള സർക്കാരിൻ്റെ ജില്ലാ ലോട്ടറി ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിങ്ങൾ ചെല്ലുക, അവിടുത്തെ ഉദ്യോഗസ്ഥനോട് ചോദിക്കുക, എനിക്കൊരു ലോട്ടറി ഏജൻസി എടുക്കണം, അതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുക. അപ്പോൾ അവർ പറഞ്ഞു തരും കൃത്യമായിട്ട് ഏതൊക്കെ രേഖകൾ വേണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ നിങ്ങൾ ആ രേഖകളുമായിട്ട് അവർ പറയുന്ന ആ ഡേറ്റിന് അവിടെ ചെല്ലുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ മാസത്തിൽ നിങ്ങൾ അവിടെ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഏജൻസി കിട്ടുന്നതായിരിക്കും. എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 2022 ഞാൻ ലോട്ടറി ഏജൻസി എടുക്കാനായിട്ട് ജില്ലാ ലോട്ടറി ഓഫീസിനെ സമീപിക്കുകയും അവിടെ ഉദ്യോഗസ്ഥനോട് ചോദിക്കുകയും ചെയ്തിരുന്നു. എനിക്കൊരു ലോട്ടറി ഏജൻസി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഇപ്പോൾ ലോട്ടറി ഏജൻസി കൊടുക്കുന്നില്ല, ഏജൻസി കൊടുക്കൽ നിർത്തി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നീട് 1 മാസം കഴിഞ്ഞ് വീണ്ടും പോയി. അപ്പോഴും അയാൾ പറഞ്ഞു, ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ്, ഇപ്പോൾ കൊടുക്കുന്നില്ല. അങ്ങനെ 5 തവണ ആ ഓഫീസിലേക്ക് ഏകദേശം 6 മാസത്തിനിടയിൽ 5 തവണ പോയപ്പോഴും ഇത് തന്നെയാണ് എന്നോട് പറഞ്ഞത്. പിന്നീട് ഞാൻ 2 മാസം കഴിഞ്ഞ് ഒരു തവണ കൂടി പോയിട്ട് ചോദിച്ചു, നിങ്ങൾ ഇവിടെ ഏജൻസി കൊടുക്കുന്നുണ്ടോ ഇല്ലയോ, എന്താണ് ക്ലിയറായിട്ടൊന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ ഡിസംബറിൽ വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ഡിസംബർ മാസത്തിലേക്ക് പോയി. ഡിസംബർ മാസത്തേക്ക് വീണ്ടും 3 മാസം ബാക്കി ഉണ്ടായിരുന്നു. അങ്ങനെ ഡിസംബർ മാസത്തിൽ പോയ സമയത്താണ് പറഞ്ഞത് ഫെബ്രുവരിയിൽ വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഫെബ്രുവരിയിൽ പോയപ്പോൾ അവർ പറഞ്ഞു, ഇന്ന രേഖകളൊക്കെ ആയിട്ട് വരണം. ഏതൊക്കെ രേഖകളാണ്? പാൻ കാർഡ്, ആധാർ കാർഡ്, 3 കോപ്പി ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ 3 കോപ്പി, അതോടൊപ്പം നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്ക് ഉണ്ടല്ലോ, ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്ക്, ബാങ്കിൻ്റെ പാസ്ബുക്ക് ഇല്ലേ, അതിൻ്റെ ആ ഫ്രണ്ട് പേജ് വേണം. അക്കൗണ്ട് നമ്പറൊക്കെ ക്ലിയറായിട്ട് തെളിയുന്ന ആ ഭാഗമുള്ള ആ പാസ്ബുക്കിൻ്റെ ആ ഫ്രണ്ട് പേജിൻ്റെ ഫോട്ടോ കോപ്പിയും അതോടൊപ്പം കൊണ്ടുപോകേണ്ടതുണ്ട്. ഞാൻ 2022 അതായത് 2022 ആ കൊറോണയൊക്കെ തുടങ്ങി ഏകദേശം കഴിയാനായ സമയത്ത്, കൊറോണയുടെ പീക്ക് ടൈമൊക്കെ കഴിയാനായ സമയത്താണ് ഞാൻ ലോട്ടറി ഏജൻസി എടുക്കാനായിട്ട് പോയത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അങ്ങനെ വൈകിപ്പോയത്. 1 വർഷത്തോളം ഞാൻ അങ്ങോട്ട് ഏകദേശം 8-9 തവണയൊക്കെ പോയതിന് ശേഷമാണ് എനിക്ക് ഏജൻസി കിട്ടിയത്. അത് ആ കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ കാരണം കൊണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല, അങ്ങനെ സംഭവിക്കില്ല. നിങ്ങൾ നേരെ ജില്ലാ ലോട്ടറി ഓഫീസിൽ പോവുക, എനിക്ക് ലോട്ടറി ഏജൻസി എടുക്കണമെന്ന് അവിടെ ഒരു ഉദ്യോഗസ്ഥനോട് പറയുക. അപ്പോൾ അവരെന്താണോ മറുപടി തരുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഫോളോ അപ്പ് പോവുകയാണെങ്കിൽ, അവർ പറയുന്ന ഡേറ്റിന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഏജൻസി എടുക്കാം. അപ്പോൾ ഞാൻ ഏജൻസി എടുത്ത സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു കാർഡാണ് തന്നത്. അതായത് ഇതാണ് എൻ്റെ ഏജൻസി കാർഡ്. 2022 കിട്ടിയതാണിത്. അപ്പോൾ അത് 1 വർഷത്തെ വാലിഡിറ്റിയാണ്. ഇത് ഓരോ വർഷവും നമ്മൾ ഫീസ് അടച്ചുകൊണ്ട് പുതുക്കേണ്ടതാണ്. ഈ ഏജൻസി കിട്ടിയതിന് ശേഷം, ഏജൻസി കിട്ടാനായിട്ട് ഞാൻ 355 രൂപയാണ് ആദ്യം കൊടുത്തത്. ഈ അവർ പറഞ്ഞ രേഖകളോടൊപ്പം 355 രൂപയും കൊടുത്തു ഞാൻ ഏജൻസി എടുത്തു. അവർ അന്ന് പറഞ്ഞിരുന്നു വർഷം 50 രൂപ മുടക്കി ഇത് പുതുക്കണം, 50 രൂപ അവിടെ ലോട്ടറി ഓഫീസിൽ കൊടുത്തുകൊണ്ട് പുതുക്കേണ്ടതായിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ വിദേശത്തേക്ക് പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ 3 വർഷം നാട്ടിലില്ലായിരുന്നു. പിന്നെ 3 വർഷം കഴിഞ്ഞ് പുതുക്കാനായി ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇത് പുതുക്കണമെങ്കിൽ അഫിഡവിറ്റ് ആവശ്യമുണ്ട്. അഫിഡവിറ്റ് ഞാൻ 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിലെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അഫിഡവിറ്റും മറ്റ് പുതിയതായിട്ട് ഫോട്ടോ, ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള എൻ്റെ ഫോട്ടോയും ഒക്കെ സമർപ്പിച്ചപ്പോൾ ഞാൻ 3 വർഷം ഇതിൻ്റെ ഫീസും മറ്റ് കാര്യങ്ങളൊന്നും അടയ്ക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഫൈൻ വന്നിരുന്നു. ഫൈനും എല്ലാം ചേർത്ത് 1900 രൂപ അടച്ചപ്പോഴാണ് വീണ്ടും എനിക്ക് ഇത് പുതുക്കി കിട്ടിയത്. 2 വർഷത്തേക്കാണ് പുതുക്കി കിട്ടിയത്. ഇപ്പോൾ 2026 ആദ്യം
ഒരു മാർച്ച് മാസത്തിലാണ് ഞാൻ പുതുക്കിയത്. ഇനി അത് 2028 വരെ വാലിഡിറ്റി ഉണ്ട്. ഇതാണ് ആ പേപ്പർ. അതായത് പുതുക്കിയിട്ട് വീണ്ടും പുതുക്കി എനിക്ക് 2 വർഷത്തേക്ക് കിട്ടി. 2028 വരെ എൻ്റെ ഏജൻസി പുതുക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഏജൻസി എടുക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ജില്ലാ ലോട്ടറി ഓഫീസിലേക്ക് പോവുക, ഏജൻസി എടുക്കണം, എനിക്കൊരു ഏജന്റ് ആവണം എന്ന് പറയുക. അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥൻ എന്താണോ പറയുന്നത്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണോ വേണം എന്ന് പറയുന്നത്, അതുമായിട്ട് പോവുക. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഡോക്യുമെൻ്റുമായിട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല. ആധാർ കാർഡ്, 3 കോപ്പി ഫോട്ടോ, പാൻ കാർഡ്, നിങ്ങളുടെ ബാങ്കിൻ്റെ പാസ്ബുക്കുമായിട്ട് അവിടെ ചെല്ലുക. അവിടെ ഉദ്യോഗസ്ഥനോട് ചോദിക്കുക, എനിക്ക് ലോട്ടറി ഏജൻസി എടുക്കണം എന്ന് പറയുക. അപ്പോൾ പറയുമ്പോൾ അയാൾ തിരിച്ചെന്താണോ മറുപടി പറയുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഫോളോ അപ്പ് ആയിട്ട് പോവുക. ചിലപ്പോൾ അടുത്ത മാസം വരൂ എന്ന് പറയും, അല്ലെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളുടെ അപേക്ഷ, ഒരു ഫോം ഉണ്ട്, അതിന് 2 ഫോം ഉണ്ട്. ആ 2 ഫോമിൽ നിങ്ങൾ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ അടുത്തൊരു ഡേറ്റ് പറയും, ആ ഡേറ്റിന് പോകാനായിട്ട് പറയും. അപ്പോൾ നിങ്ങൾ ആ കറക്റ്റ് ആ ഡേറ്റിനൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഏജൻസി കിട്ടുന്നതായിരിക്കും. ഏജൻസി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ലോട്ടറി എടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ലോട്ടറി എടുക്കാനായിട്ട് നമ്മൾ രാവിലെ പോകേണ്ടതുണ്ട്. അപ്പോൾ അവിടെ ഒരു ഡിമാൻഡ് ഫോം ഉണ്ട്. ഫോം ഫില്ല് ചെയ്ത് നമ്മൾ അകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏതൊക്കെ ആ ഫോമിൽ നമ്മൾ ലോട്ടറി എടുക്കാനായിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളൊരു ഫോം ഫില്ല് ചെയ്യണം. അപ്പോൾ ആ ഫോമിൽ നമ്മൾ ഏത് ലോട്ടറിയാണോ എടുക്കുന്നത്, എത്ര എണ്ണം വേണം, നമ്മുടെ ഏജൻസി നമ്പർ എത്രയാണ്, നമ്മുടെ പേരെന്താണ്, എല്ലാം എഴുതി ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കൊരു ബില്ലടിച്ച് കിട്ടും. ആ ബില്ല് നമ്മൾ വേറൊരു കൗണ്ടറിൽ കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ പണം അടയ്ക്കും. പണം അടിച്ച് അവിടെ റിസീവ്ഡ് എന്നുള്ളൊരു സീല് പതിക്കുന്നതോടുകൂടി നമ്മൾ വീണ്ടും ആ പേപ്പർ തിരിച്ചു വാങ്ങി വേറൊരു കൗണ്ടറിൽ കൊടുക്കും. അവിടെ ഈ ബില്ല് നോക്കും, പണം റിസീവ്ഡ് ആയിട്ടുണ്ട് എന്നവർക്ക് മനസ്സിലായാൽ ഉടനെ ആ ടിക്കറ്റ്, ലോട്ടറി ടിക്കറ്റ് നമുക്ക് എടുത്തു തരുന്നതായിരിക്കും. അങ്ങനെയാണ് ലോട്ടറി മെയിൻ ഓഫീസിൽ, അതായത് കേരള സർക്കാരിൻ്റെ ലോട്ടറി വകുപ്പിൻ്റെ ഓഫീസിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഏജൻസി എടുത്താൽ എന്താണ് ഗുണം, എന്താണ് ദോഷം എന്ന് പറയാം. ഏജൻസി നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു ലോട്ടറി ഏജന്റ് ആവുകയാണെങ്കിൽ നമ്മൾക്ക് എത്ര ടിക്കറ്റ് വേണമെങ്കിലും അവിടെ നിന്ന് കിട്ടും. 50 രൂപയുടെ ടിക്കറ്റ് ഏകദേശം 42 രൂപയ്ക്ക് കിട്ടും നമുക്ക്. അതോടൊപ്പം തന്നെ ഈ 500 രൂപയുടെ ഓണം ബമ്പർ ലോട്ടറി, തിരുവോണം ബമ്പർ ലോട്ടറി 405 രൂപയ്ക്ക് കിട്ടും നമ്മൾക്ക് അവിടെ നിന്ന്. പക്ഷെ അവിടെ നിന്ന് ഒരു ചെറിയൊരു കുഴപ്പം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് 1-2 ലോട്ടറി ഒന്നും കിട്ടില്ല. ബമ്പർ ആണെങ്കിൽ 10 എണ്ണം അടങ്ങുന്ന ഒരു ബുക്കായിരിക്കും ഏറ്റവും കുറഞ്ഞത് കിട്ടുക. അതായത് ഒരു ബുക്ക് 10 എണ്ണം എഴുതി കൊടുത്താൽ ആ 10 എണ്ണം ഒരു ബുക്ക് കിട്ടും. 1-2 എഴുതി കൊടുത്താൽ കിട്ടില്ല. അതുപോലെ തന്നെ ചെറിയ ലോട്ടറി, 50 രൂപയുടെ ലോട്ടറി, നമ്മൾ 25 എണ്ണം അടങ്ങുന്ന ഒരു ബുക്കാണ് അവിടെ നിന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ചെറിയ ലോട്ടറി 25 എണ്ണമാണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുക. അതേപോലെ ബമ്പർ ആണെങ്കിൽ 10 എണ്ണമാണ് ഏറ്റവും കുറഞ്ഞത് എടുക്കാനായിട്ട് പറ്റുക. നമ്മൾ ഡിമാൻഡ് ഫോമിൽ എഴുതി കൊടുക്കണം. നമ്മൾ ലോട്ടറി അവിടെ നിന്ന് എടുക്കാനായിട്ട് പോകുമ്പോൾ അവിടെ ഒരു ഫോം ഉണ്ട്, അതിൽ എഴുതി കൊടുക്കണം എത്ര എണ്ണം വേണം എന്ന് നമ്മൾ എഴുതി കൊടുക്കുമ്പോഴാണ് നമുക്ക് അത്ര എണ്ണം അവിടെ നിന്ന് കിട്ടുന്നത്.